നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഗീതാഞ്ജലി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് അനസ്തീഷ്യോളജിസ്റ്റും പെയിൻ ഫിസിഷ്യനുമാണ്. ഞാൻ കേരള ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സ്റ്റഡി ഓഫ് പെയിൻ്റെ പ്രസിഡൻറ്റും കൂടെയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെയിൻ സൊസൈറ്റിയുടെ പറ്റിയും പറയാൻ, നമ്മളിവിടെ ചെയ്തൊരു പേഷ്യൻ്റെ കാര്യം കൂടെ പറയാനാണ് വന്നത്. ആസ് എ പെയിൻ ഫിസിഷ്യൻ നമ്മൾ ക്രോണിക് പെയിനും അക്യൂട്ട് പെയിനും നമ്മൾ മാനേജ് ചെയ്യാറുണ്ട്. ക്രോണിക് പെയിൻ, ഷോൾഡർ പെയിൻ, knee pain, osteoarthritic pain, hip pain, spine pain എല്ലാം നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ആസ് എ പെയിൻ ഫിസിഷ്യൻ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി നമ്മൾക്ക് ഒരു പേഷ്യൻ്റെ പേര് സുശീല, 72 വയസ്സ്, ക്യാൻസർ സെർവിക്സ് ആയിട്ട് നമ്മുടെ അടുത്ത് സിവിയർ പെയിൻ ആയിട്ട് വന്നിരുന്നു. പേഷ്യന് ഓറൽ മോർഫിൻ പെയിന് വേണ്ടി 10 മില്ലിഗ്രാം എല്ലാ 4 മണിക്കൂർ വിട്ടിട്ടും പെയിന് മാറണില്ലായിരുന്നു. അങ്ങനെ ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിരുന്നു. ഈ പേഷ്യൻറ്റിന് സിവിയർ പെയിൻ കൊണ്ട് ഡെയിലി ആക്ടിവിറ്റീസ്, ദിവസത്തെ ജോലിയും കൂടെ ചെയ്യാൻ പറ്റണില്ലായിരുന്നു. അങ്ങനെ ഈ പേഷ്യൻ്റിൻ്റെ മോള് ഒരു ലാബ് ടെക്നീഷ്യനായാണ് നമ്മുടെ അടുത്ത് ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിരുന്നു. ഈ പേഷ്യൻറ്റിന് നമ്മൾ പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പെയിൻ മാറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാമെന്നാണ്. അപ്പോൾ ഗർഭപാത്രവും യൂട്രസും അതിൻ്റെ സെർവിക്സിനും സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾ ഒരു സുപ്പീരിയർ ഹൈപ്പോഗാസ്ട്രിക് പ്ലക്സസ് എന്ന് പറഞ്ഞ ഞരമ്പുകളാണ്. അപ്പം ഞാൻ അവരുടെ കൺസെൻറ്റ് എടുത്തിട്ട് ആ ഞരമ്പിനെ മരവിപ്പിച്ചിട്ട് അവർക്ക് റിലീഫ് ഉണ്ടെങ്കിൽ ആ ഞരമ്പിനെ നമ്മൾ നീക്കം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി ആദ്യം മരവിപ്പിച്ചപ്പം പേഷ്യൻ്റെ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ അത് നമ്മൾ നീക്കം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ നീക്കവും ചെയ്തു ബൈ ആൽക്കഹോൾ അബ്ലേഷൻ. ആ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ആ പേഷ്യൻ്റെ പെയിൻ സ്കോർ ചെക്ക് ചെയ്തപ്പം പേഷ്യൻറ്റിന് ഒരു പെയിനും ഇല്ല. പേഷ്യൻ്റ് സ്വമേധയായി ഈ മോർഫിൻ 8 മാസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണ മോർഫിൻ നിർത്തിവെച്ചു. അത് ആക്ച്വലി നിർത്താൻ പാടില്ല. ബിക്കോസ് മോർഫിൻ്റെ പുറത്ത് 8 മാസമായിട്ട് കഴിക്കുമ്പം അത് ഡിപ്പെൻഡൻസ് വരും. പക്ഷേ ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് കംപ്ലീറ്റ് പെയിൻ റിലീഫ് കിട്ടി. അതുകൊണ്ട് നമ്മുടെ ആ മോർഫിൻ്റെ ഡോസേജും ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റി. പേഷ്യൻ്റെ ഡിപ്പെൻഡൻസും നമുക്ക് കുറയ്ക്കാൻ പറ്റി. ഇപ്പോൾ പേഷ്യൻറ്റിന് അതിനുശേഷം പെയിൻ ഇല്ല, റെഗുലർ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ കുറേ പെയിൻ മാനേജ്മെൻറ്റ് നമ്മൾ ചെറിയ സ്മോൾ ഇഞ്ചക്ഷൻസ് വഴി, ഓപ്പറേഷൻ അല്ലാതെയും നമുക്ക് ചെയ്ത് ആൾക്കാരുടെ പെയിൻ മാറ്റാൻ പറ്റും. ഈ പേഷ്യൻ്റ് നമ്മുടെ കൂടെ ഉണ്ട്, അവരുടെ കൂടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞു തരണതായിരിക്കും. താങ്ക് യു. ഇതെൻ്റെ അമ്മയാണ്. അമ്മ CA പേഷ്യൻ്റാണ്. 4 വർഷം കൊണ്ട് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റിലാണ്. അമ്മയ്ക്ക് പെയിൻ സഹിക്കാൻ വയ്യാതായപ്പോൾ ട്രെമഡോൾ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിലും കുറവില്ലാതായപ്പോൾ മോർഫിനൊക്കെ കഴിച്ചു. മോർഫിനിലും വേദന കൂടുതലായപ്പോൾ ഗീതാഞ്ജലി ENT ഹോസ്പിറ്റലിൽ പെയിൻ ക്ലിനിക്കിലോട്ട് വന്നു. അവിടെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറിന് പെയിൻ റിലീഫിനുള്ള മെഡിസിൻ ഉണ്ടെന്ന് അറിഞ്ഞ് ആ വിവരത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ സാറിനെ കണ്ടു. സാറ് ഈ പെയിൻ റിലീഫ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊസീജിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ വേദനയേ ഇല്ല. ഇപ്പോൾ പൂർണ്ണമായും വേദന മാറി. അമ്മ നല്ല ആ അസുഖത്തിൽ നിന്ന് കുറേ കൂടി ഒരു മോചിതയായ കണക്കാണ് ഇപ്പോൾ അമ്മയെ കാണുമ്പോൾ മനസ്സിലാവുന്നത്.